നിങ്ങൾ നാളെ നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ മാസം 3-ാം തീയതി, അതായത് 1201 വൃശ്ചിക മാസം 17-ാം തീയതി ബുധവാരം, ബുധനാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാകുന്നു. നാളെ ബുധനാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:31, അസ്തമയം വൈകിട്ട് 5:57. നാളത്തെ രാഹുകാലം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയം. നാം ആ സമയത്ത് ശുഭകാര്യങ്ങൾ അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി സാധാരണ ജ്യോതിഷികൾ ശുഭകാര്യങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാത്ത നക്ഷത്രമാകുന്നു. അപ്രകാരമുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടേവ 7 നാൾ ബിതക്കിൽ വെളിയാ ഭൂമോ യാത്ര പോകിലവൻ വരാ. യമൻ എന്നാൽ ഭരണി, ധർമ്മരാജാവ് ആണ്, അധിദേവത. സത്യവും ന്യായവും പരിപാലിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്ത് നിൽക്കും എപ്പോഴും ഭരണിക്കാർ. എങ്കിലും ശുഭകാര്യങ്ങൾക്ക് നാം ഭരണിയെ ആശ്രയിക്കാറില്ല. ഭരണി നാൾ പിറന്നാൾ ഭൂമി ആഴ്വാർ എന്ന് തമിഴ് ചൊല്ലുണ്ട്. ഭരണി നക്ഷത്രം ജനിച്ചാൽ വെളുത്ത പക്ഷത്തിൽ ഭരണി നക്ഷത്രത്തിൽ ജാതയായ ശിശു ഭാവിയിൽ ഭൂമിയെ ഭരിക്കും എന്നൊരു ചൊല്ല് തമിഴന്മാർക്കിടയിലുണ്ട്. വളരെയധികം ശക്തമായ തങ്ങളുടെ സാന്നിധ്യത്തെ പ്രകടമാക്കുന്ന നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രം. എങ്കിലും ശുഭകാര്യങ്ങൾക്ക് നാം ഭരണി നക്ഷത്രം സ്വീകരിക്കാറുണ്ട്. അപ്രകാരമുള്ള നക്ഷത്രങ്ങളിലാണ് രുദ്രൻ, തിരുവാതിര, അഹി, ആയില്യം, പൂരം, പൂരാടം, പുരൂരുട്ടാതി, അപ്രകാരം തന്നെ തൃക്കേട്ട. അതിനാൽ നാളെ ശുഭകാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. നാളത്തെ ദിനം ബുധനാഴ്ചയാണ്. ഗർഭിണികൾ, നാൽക്കാലികൾ, സ്ത്രീകൾ ഇവർ സഞ്ചരിക്കാത്ത ദിനമാണ് ബുധനാഴ്ച എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്, നല്ലതാണ്. നാളത്തെ ദിനം ഭരണനക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശുക്രനാകുന്നു. നാളെ ബുധവാരമാണ്. നാളെ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രത്തോടുകൂടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് തുളസിമാല, പാനകം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ ദോഷങ്ങളും മാറട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഭരണിക്കാർക്ക് വീണ്ടും ശനി വക്രിയായി വന്ന് 7.5 ശനി സജീവമായി ആരംഭിച്ചിട്ടുണ്ട്. വ്യാഴം ഡിസംബർ 5-ന് 3-ാം ഭാവത്തിലേക്ക് വരും. അതിനാൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുക, നന്നായി ദേവിപ്രീതി ചെയ്യുക. ആവതിക്കും കരണീയം സ്മരണീയം ചരണയുകളും അമ്പായാഹ. ആപത്ത് വരുമ്പോൾ അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിക്കുക. തത്സ്മരണം കിം കരോതി, ആ സ്മരണം എന്ത് ചെയ്യുന്നു? ബ്രഹ്മാദീരവി കിങ്കരീ കരോതി, ബ്രഹ്മാവിനെ പോലും നമ്മുടെ അടിമകളാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. അതിനാൽ ദേവിയെ സ്മരിക്കുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.